ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു മഹർഷി തൻ്റെ സമ്പാദ്യം മുഴുവനും രണ്ടായി പകുത്ത് തൻ്റെ 2 പ്രിയ പത്നിമാർക്കും നൽകി. അതിൽ ഒരാൾ മഹർഷിയുടെ പ്രകാരം ചോദിച്ചു, സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഈ ലോകം മുഴുവനും എനിക്ക് നൽകിയാലും അതുകൊണ്ട് അമരത്വം ഉണ്ടാകുമോ? അതുകൊണ്ട് നിത്യജീവൻ ലഭിക്കുമോ? മഹർഷി ഇപ്രകാരം ഉത്തരം പറഞ്ഞു, സമ്പത്ത് കയ്യിൽ വരുമ്പോൾ നീ സമ്പന്നയാകും, എന്നാൽ നിത്യജീവൻ നീ അവകാശമാക്കുകയില്ല. അമരത്വം നിനക്ക് വേണമെങ്കിൽ ദൈവമായി പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ ഒന്നായി മാറണം. കാരണം അമരത്വം നൽകുന്നത്, നിത്യജീവൻ നൽകുന്നത് ദൈവമാണ്. നിത്യജീവൻ നൽകുന്ന ദൈവം നല്ലവനാണ്. കാരണം ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടം. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവത്തെ മാത്രമേ നല്ലവനെന്ന് വിളിക്കുവാൻ പാടുള്ളൂ. സുവിശേഷത്തിൽ ധനികനായ യുവാവ് ദൈവത്തെ, കർത്താവ് യേശുവിനെ നല്ലവൻ എന്ന് വിളിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് മാത്രം നൽകേണ്ട ഈ അഭിസംബോധന ധനികനായ യുവാവ് യേശുവിന് നൽകുന്നത് തികച്ചും അചിന്ത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ധനികനായ യുവാവ് യേശുവിനെ ദൈവമായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ യേശുവിൻ്റെ വാക്കുകേട്ട് അവൻ വിഷാദത്തോടെ മടങ്ങുകയില്ലായിരുന്നു. യേശുവിനെ ഒരു ഗുരുവായി അവൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഏക ദൈവവിശ്വാസി അവൻ ഒരിക്കലും യേശുവിനെ നല്ലവനെന്ന് വിളിക്കത്തില്ലായിരുന്നു. കാരണം ദൈവത്തിനുള്ള അഭിസംബോധന വെറും ഒരു ഗുരുവായ യേശുവിന് നൽകത്തില്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ധനികനായ യുവാവ് യേശുവിനെ നല്ലവനെന്ന് വിളിക്കുന്നത്? ഒരുപക്ഷെ മുഖസ്തുതിയുടെ ഭാഗമായിരിക്കാം. അതുമല്ലെങ്കിൽ യേശുവിനെ ബോധപൂർവം പരിഹസിക്കുവാൻ വേണ്ടിയാണ് ഉള്ളിൽ തട്ടാതെ നല്ലവൻ എന്ന അഭിസംബോധന ചെയ്യുന്നത്. ഇതിലൂടെ ധനികനായ മനുഷ്യൻ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ 10 കൽപ്പനയിലെ 2ാം ഭാഗം ഉദ്ധരിക്കുമ്പോൾ 10 കൽപ്പനകളില്ലാത്ത ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്: വഞ്ചിക്കരുത്. കാരണം വഞ്ചന നിത്യജീവൻ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മാരകമായിട്ടുള്ള പാപമാണ്. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ 3 ചെറുചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണം. നിത്യജീവൻ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് കുറവുകളാണ്. അത് നിറവുകളായി മാറണമെങ്കിൽ ദിവ്യ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. അവൻ്റെ സന്നിധിയിലേക്ക് വന്ന ധനികനായിട്ടുള്ള യുവാവിന് അവൻ്റെ കുറവെന്താണെന്ന് യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവൻ്റെ കുറവ് ഈശോ വെളിപ്പെടുത്തുമ്പോൾ അവൻ വിഷാദത്തോടെ അത് സ്വീകരിക്കുകയാണ്. എന്തായിരുന്നു അവൻ്റെ കുറവ്? അവൻ്റെ കുറവ് അവൻ ദൈവത്തെ വഞ്ചിക്കുകയായിരുന്നു. കൽപ്പനകളെല്ലാം പാലിക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ തൻ്റെ ജീവിതത്തിൽ 1ാം സ്ഥാനം നൽകിയത് സമ്പത്തിനായിരുന്നു. അതിനോടുള്ള ആസക്തി കാരണം സമ്പത്തിനെ വിഗ്രഹമാക്കി അവൻ ആരാധിക്കുകയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുമ്പോഴും അവൻ അത്യധികമായി സ്നേഹിച്ചത് സമ്പത്തിനെയായിരുന്നു. അങ്ങനെ ദൈവത്തെ
മറന്നുകൊണ്ട് സമ്പത്തിനെ ആരാധിച്ച ഈ മനുഷ്യൻ്റെ കുറവ് യേശു തൻ്റെ മുൻ വന്നപ്പോൾ വെളിപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കുറവുകൾ നിറവുകളായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുറവുകൾ കണ്ടെത്തണമെങ്കിൽ ദിവ്യ വെളിച്ചമായ യേശുവിൻ്റെ പക്കൽ നമ്മൾ വരേണ്ടിയിരിക്കുന്നു. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പക്കലേക്ക് വന്നപ്പോൾ ഈശോ അവളുടെ കുറവ് വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ ഈശോ കൂട്ടിച്ചേർക്കുകയാണ്: മേലിൽ പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളാകുന്ന തമോ ഗർത്തങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദിവ്യവെളിച്ചമായ യേശുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ വരാം. അവിടെ നമ്മുടെ കുറവുകൾ ഈശോ നിറവുകളാക്കി മാറ്റിത്തരും. രണ്ടാമത്തെ ചെറുചിന്തയെന്ന് പറയുന്നത്, നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ സ്വർഗത്തിൽ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് സ്വരുക്കൂട്ടേണ്ടിയിരിക്കുന്നു. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗോ രാജ്യം ഭരിക്കുവാനുള്ള തൻ്റെ അവകാശവും തനിക്ക് കിട്ടിയ എല്ലാ സമ്പത്തും തൻ്റെ ഇളയ സഹോദരന് നൽകുകയാണ്. എല്ലാം നൽകിയ ശേഷം അവൻ സഹോദരനോട് ചോദിക്കുന്നു, ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ, നീയോ ഞാനോ? ഇളയ സഹോദരൻ മൗനം അവലംബിച്ചു. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ് പ്രകാരം പറയുന്നു, നീ ഈ ഭൂമി സ്വന്തമാക്കിയപ്പോൾ ഞാൻ സ്വർഗം കൈക്കലാക്കി. ഈ ലോകത്തുള്ള സമ്പത്തല്ല, സ്വർഗത്തിൽ നാം സ്വരുക്കൂട്ടുന്ന സമ്പത്താണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്. എങ്ങനെ സ്വർഗത്തിൽ സമ്പത്ത് സ്വരുക്കൂട്ടാം? വിശക്കുന്നവർക്ക് ആഹാരവും ദാഹിക്കുന്നവർക്ക് ജലവും നഗ്നർക്ക് വസ്ത്രവും കാരാഗ്രഹവാസികൾക്ക് സന്ദർശനവും. ഇതുപോലുള്ള നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഉള്ളത് മറ്റുള്ളവരെ പങ്കുവയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടാകും. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവഹേളനങ്ങളും പരിഹാസങ്ങളും ഏൽക്കുമ്പോഴും അവന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുമ്പോഴും സ്വർഗത്തിൽ നമുക്ക് സമ്പാദ്യമുണ്ടാവും. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗത്തിൽ നമുക്ക് സമ്പത്തുണ്ടാകുന്നു. സ്വർഗത്തിലെ സമ്പത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് നിത്യജീവൻ നൽകുന്നത്. മൂന്നാമതായി, നിത്യജീവൻ കരസ്ഥമാക്കുവാൻ സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത് പരിത്യാഗമെന്ന പുണ്യമാണ്. പഴയ നിയമത്തിൽ വസ്തുവകകളും അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ ഈ ലോകത്തിലുള്ള സമ്പത്തും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭവനത്തെയും വയലുകളെയും ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മീയ ഫലങ്ങളാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ഭവനം ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഉപേക്ഷയിലൂടെ അവൻ്റെ ഭവനം വിശാലമാകുകയാണ്. ദേവജന ബന്ധത്തിലൂടെ അവൻ അനേകം ഭവനങ്ങളിൽ അംഗമായി മാറുകയാണ്. ഇതൊരു ആത്മീയ ഫലമാണ്. സ്വന്തം അമ്മ ഉപേക്ഷിക്കുമ്പോൾ ദൈവജനത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ മകനായി അവൻ മാറുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരമ്മയ്ക്ക് പകരം അവൻ 1000 അമ്മമാരെ ലഭിക്കുകയാണ്. ഉപേക്ഷയിലൂടെ നിത്യജീവൻ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നിത്യമായിട്ടുള്ള ഐക്യമാണ്. ഈ ഐക്യം സ്വന്തമാക്കണമെങ്കിൽ ജീവിത വിശുദ്ധി എന്ന സുഹൃതം ജീവിതത്തിൽ അനിവാര്യമായി തീരേണ്ടിയിരിക്കുന്നു. വിശുദ്ധി ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സുഖഭോഗ വസ്തുവല്ല, അത് ഓരോരുത്തരുടെയും ലളിതമായ കടമയെന്നാണ് വിശുദ്ധ മദർ തെരേസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, നിത്യജീവൻ പ്രാപിക്കുവാൻ പരിത്യാഗമെന്ന പുണ്യം നമുക്ക് അഭ്യസിക്കാം. നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗത്തിൽ സമ്പാദ്യം സ്വരുക്കൂട്ടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.